ഇസ് ഇന്ത്യ പ്ലാനിങ് സംതിങ് ബിഗ്? നിങ്ങളിപ്പോൾ LOCയിലും ചില ബോർഡർ ഏരിയയിലും പോയി കഴിഞ്ഞാൽ അവിടെ GPS പോലുള്ള നാവിഗേഷണൽ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നില്ല. ദേ ആർ ബീങ് പോസിബിളി ജാംഡ് ബൈ ഇന്ത്യൻ ഏജൻസീസ്. ഇത് ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ ഒരു സിഗ്നൽ ആവാം. എന്താണ് ഈ ഇലക്ട്രോണിക് വാർഫെയർ? ശത്രുവിൻ്റെ റഡാർ സിസ്റ്റങ്ങളെ ജാം ചെയ്യുക, അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ ഡിസ്റപ്റ്റ് ചെയ്യുക. ഇതിനെയൊക്കെയാണ് നമ്മൾ ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറയുന്നത്. ഇന്ത്യക്ക് വളരെ ശക്തമായ ഇലക്ട്രോണിക് വാർഫെയർ കേപ്പബിലിറ്റീസ് ഉണ്ട്. DRDO ഡെവലപ്പ് ചെയ്ത ഡെയർ എന്ന് പറയുന്ന സിസ്റ്റം നമുക്കുണ്ട്. ലഡാക്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിമശക്തി എന്ന് പറയുന്ന സിസ്റ്റമുണ്ട്. ഇന്ത്യൻ ആർമിക്ക് സംയുക്ത എന്ന് പറയുന്ന സിസ്റ്റമുണ്ട്. അതുപോലെ നേവിക്ക് സംഗ്രഹ സിസ്റ്റമുണ്ട്. ഇതൊന്നും പോരാഞ്ഞ് റഫേലിനകത്ത് സ്പെഷ്യലായിട്ടുള്ള സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും അവൈലബിൾ ആണ്. പാകിസ്ഥാന് 25ഓളം സിസ്റ്റംസ് ഉണ്ട്, മോസ്റ്റ്ലി ചൈന മെയ്ഡ്. ഇന്ത്യക്ക് 50ഓളം സിസ്റ്റമുണ്ട്. ദേ ആർ മോർ ഡോമിനേറ്റിംഗ് കമ്പയർഡ് ടു പാകിസ്ഥാൻ. അതുപോലെ ഈ പറയുന്ന ഇലക്ട്രോണിക് വാർഫെയറിൽ ഏറ്റവും കേപ്പബിലിറ്റി ഉള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഇത് പലസ്തീൻ യുദ്ധത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ്. ഈ പഹൽഗാം ഇൻസിഡൻറ്റ് കഴിഞ്ഞ് ഇസ്രായേലിൻ്റെ ചില എയർക്രാഫ്റ്റുകൾ ഇന്ത്യയിൽ പറന്നിറങ്ങിയിട്ടുണ്ട്. ഈസ് ദിസ് എ ഹിൻഡ് ഓഫ് ഇസ്രായേൽ സപ്പോർട്ട് ഫോർ ഇന്ത്യാസ് ഇലക്ട്രോണിക് വാർഫെയർ?